അരുണാചലിൽ ഉണ്ടായ ദുരൂഹ മരണം 3 മലയാളികൾ. പുറത്തു വരുന്ന ന്യൂസുകൾ കേട്ടിട്ട് കുറെ പേര് ഇത് കോമഡിയാണോ, ഇതെന്തോന്ന്, ഇത് അന്യഗ്രഹ ജീവി, അന്യഗ്രഹം. ഞാനൊരു കേസ് പറയട്ടെ. ഇവിടെ ഇതിലൊക്കെ വിശ്വസിക്കുന്നതും അല്ലെങ്കിൽ ഇതിലൊക്കെ ഡീപ്പായിട്ട് ഇറങ്ങിച്ചെന്ന് കൂടുതലായിട്ട് ഇതൊക്കെ അറിയണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മളുടെ ഇടയിൽ. അവരൊക്കെ ഒരുപാട് പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആളുകളാണ്. നമുക്ക് ചിലപ്പോൾ ഡേ ലൈറ്റിൽ വിസിബിൾ ആയിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ ഓക്കെ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്നുവോ, അല്ലെങ്കിൽ വലിയ ഓഫീസർമാരായിരിക്കാം, അല്ലെങ്കിൽ നല്ല പോസ്റ്റിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം. പക്ഷെ അവരവരുടെ എന്താ പറയുക ഫ്രീ ടൈംസിലൊക്കെ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇത് ഞാൻ ഇത്രയും തുറന്ന് പറയാൻ കാരണം ഞാൻ ഇതേപോലെ കുറേ ഫാൻറ്റസികളുടെ പിന്നാലെ ഓടുന്നതും ഇപ്പോഴും ചിന്തിക്കുന്നതുമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ ഞാനൊരു എക്സ്ട്രീം എൻഡിൽ പോകാത്തത് കൊണ്ട് എനിക്ക് വലിയ വിഷയമില്ല. പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ എന്തോന്നല്ലേ ഇവന്മാരിത് ഇത്ര സീരിയസ് ആക്കി എടുത്തോന്ന്. ഒരു ന്യൂസ് ഞാൻ അവിടെ വെക്കാട്ടാ. ആര്യ സുഹൃത്തുക്കൾക്ക് 3 വർഷം മുമ്പ് പങ്കുവച്ച ഒരു ഇമെയിൽ സന്ദേശമാണ് പോലീസിന്റെ പിടിവള്ളി. ഈ സന്ദേശത്തിൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ചില കോഡുകളും ഉണ്ടായിരുന്നു. ഡോൺ ബോസ്കോ എന്ന വ്യാജ ഇമെയിൽ ഐഡിയിൽ നിന്നാണ് സന്ദേശം എത്തിയിരിക്കുന്നത്. ഈ സന്ദേശം ആര്യ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ചെയ്തത്. മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെയാണ് സന്ദേശം ലഭിച്ച സുഹൃത്തുക്കൾ ഇത് പോലീസിന് കൈമാറിയത്. ജിമെയിലിന്റെ സഹായത്തോടെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നവീൻ, ഭാര്യ ദേവി, സുഹൃത്തായ ആര്യ എന്നിവരാണ് അരുണാചലിലെ ഒരു ഹോട്ടലിൽ മരിച്ചത്. എല്ലാത്തിനും നേതൃത്വം നൽകിയത് നവീൻ എന്ന നിഗമനത്തിലാണ് പോലീസ്. ആദ്യം ഇത്തരം ആശയങ്ങളിൽ ആകൃഷ്ടനായത് നവീൻ എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ മാസം 17-ന് കോട്ടയത്തെ വീട്ടിൽ നിന്നിറങ്ങിയ നവീനും ഭാര്യയും 10 ദിവസം പലയിടങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട്. 4 ദിവസം തിരുവനന്തപുരത്ത് കഴുക്കോട്ടത്തുണ്ടായിരുന്നു. എവിടെയാണ് താമസിച്ചതെന്ന് ഇനിയും കണ്ടെത്തിയിട്ടില്ല. 10 ദിവസത്തിൽ പല ദിവസങ്ങളിലും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. 26-ന് ആര്യയെ കണ്ടിട്ടുണ്ട്. അന്നാണ് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്തത്. നവീനാണ് ടിക്കറ്റ് എടുത്തത്. ഓൺലൈൻ ഇടപാടുകൾ ഒഴിവാക്കാൻ നവീൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കഴുക്കോട്ടത്തുള്ള ട്രാവൽ ഏജൻസിയിൽ നിന്ന് 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്തപ്പോഴും പണമായിട്ടാണ് തുക കൈമാറിയത്. യാത്രാ വിവരങ്ങൾ വേഗത്തിൽ കണ്ടെത്താതിരിക്കാനായിരുന്നു ഇതെന്ന് പോലീസ് സംശയിക്കുന്നു. ഹോട്ടൽ മുറി എടുത്തപ്പോഴും നവീൻ മറ്റുള്ളവരുടെ രേഖകൾ നൽകിയിട്ടില്ല. ഇതിനിടെ ഞരമ്പ് മുറിക്കാനുള്ള ആയുധവും രക്തം കട്ടപിടിക്കാരികളാ മരുന്നുമെല്ലാം വാങ്ങിയിരുന്നു. എല്ലാം ആസൂത്രിതമായിരുന്നുവെന്നാണ് പോലീസ് നിഗമനം. ആയുർവേദ ഡോക്ടർ ജോലി വിട്ട നവീനും ഭാര്യ ദേവിക്കും സാമ്പത്തിക ഞെരുക്കമുണ്ടായിരുന്നു. കേക്ക് വിൽപ്പനയായിരുന്നു ഇരുവരുടെയും വരുമാന മാർഗം. ഇവരുടെ കൈകളിൽ യാത്രയ്ക്കുള്ള പണം ഉൾപ്പെടെ എങ്ങനെ എത്തിയെന്നതും പോലീസ് അന്വേഷിക്കുന്നു. ഈ നവീനും ദേവിയും ആര്യൊക്കെ ഈ നവീൻ ത്രൂ ആണ് ഇങ്ങനത്തെ ഈ ഒരു ഫാന്റസി അല്ലെങ്കിൽ ഇങ്ങനൊരു സംഗതി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചെന്നാണ് പറയുന്നത്. നവീൻ ഈ ഇൻഫർമേഷൻസ് ആര് കൊടുക്കുന്നു, അല്ലെങ്കിൽ നവീൻ ഇതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഈ എക്സ്ട്രാ ടെറസ്ട്രിയൽ അല്ലെങ്കിൽ എന്താ പറയുക ഒരു മൾട്ടിവേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനത്തിലൊക്കെ അയാൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നോ, അതോ ഇനി അയാളെനി ആരെങ്കിലും കൊണ്ടുപോയി ട്രാപ്പ് ചെയ്തതാണോ, അതോ ഇതല്ലേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇത് ജസ്റ്റ് ഒരു ഗിമിക്ക് മാത്രം അല്ലെങ്കിൽ ഒരാളെ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പരിപാടി മാത്രമായിരുന്നോ എന്നുള്ളതൊക്കെ കൃത്യമായ അന്വേഷണത്തിലൂടെ വെളിപ്പെട്ട് വരേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കമന്റ് ബോക്സ് ഒക്കെ ഞാനിവിടെ വെക്കുന്നുണ്ട്. വൻ കോമഡികളാണ് കമന്റ് ബോക്സിൽ നടക്കുന്നത്. പിണറായി വിജയൻ ഭരിച്ചു കഴിഞ്ഞ് ഇതിലപ്പുറം നടക്കുന്നു പറയുന്നവരുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന എക്സ്ട്രാ ടെറസ്ട്രിയലിനെ കണ്ടിട്ട് ഇത് ലെനയുടെ ഹസ്ബൻഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പല രീതിയിലാണ് നാട്ടുകാർക്ക് ഇത് കോമഡി ആയിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനത്തെയൊക്കെ കോൺസ്പിറസീസ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ കോൺസ്പിറസീസിൽ എന്താ പറയുക എന്തെങ്കിലും ഒരു ഓക്കെ ഇതിപ്പോ പണ്ട് കാലങ്ങളിൽ ഈ എന്താ പറയാ നരകം, സ്വർഗം, ദേവലോകം, ദേവന്മാർ, രാക്ഷസന്മാർ എന്നൊക്കെ ചിന്തിച്ചിരുന്ന നമ്മുടെ പൂർവികരുണ്ടല്ലോ, ഇപ്പോഴും ചിന്തിച്ചു കൂട്ടുന്ന ആളുകളില്ലേ. അപ്പൊ ദൈവം, പിശാച്, നരകം, സ്വർഗം എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇനി മനസ്സിലാക്കേണ്ടത് ഇതേപോലെ വേറൊരു എക്സ്ട്രാ ടെറസ്ട്രിയലിനെ കുറിച്ചിട്ടും വേറെ ലോകത്തുള്ള ജീവികളെ കുറിച്ചിട്ടൊക്കെ ചിന്തിക്കുന്നതും അതിൽ ഒരു തരത്തിലും എന്താ പറയാ ഒരു തരത്തിലും നോളേജ് ഇല്ലാതെ എന്തെങ്കിലും ചെറിയ കിട്ടുന്ന പൊട്ടും പൊടിയും ഒക്കെ വെച്ചിട്ട് അതിൽ അന്ധമായി വിശ്വസിച്ച് ഇതേപോലെ എന്താ പറയുക ഇത് ഒരു കൂട്ടം അതായത് ഈ ലോകത്ത് നമ്മളൊപ്പം തന്നെ ജീവിക്കുന്ന കുറേ എക്സ്ട്രാ ടെറസ്ട്രിയൽസ് ഉണ്ട്. ഉടായിപ്പന്മാർ. അവന്മാർ ഇങ്ങനെ ഇതിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് റോങ് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവരെ ട്രാപ്പിലാക്കും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. PDF ഫയൽ, ആ PDF ഫയലിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ വളരെ കൗതുകപ്പെടുത്തുന്ന വിവരങ്ങളുണ്ട് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന, അതായത് ആൻഡ്രോമേഡ ഗാലക്സിയിലെ ഏലിയനായിട്ടുള്ള മിത്തി എന്ന് പറയപ്പെടുന്ന ഒരാളുമായി നടത്തുന്ന ഒരു ചോദ്യം ആൻസർ അല്ലെങ്കിൽ ചോദ്യോത്തര സെക്ഷനെ കുറിച്ചുള്ള PDF ആണിത്. ആ PDF-ൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ബുദ്ധിവികാസങ്ങളെക്കുറിച്ച്, ഭൂമിയിലെ മനുഷ്യനും മൃഗങ്ങളുടെ സാധ്യതകളെ സംബന്ധിച്ചൊക്കെയുള്ള വളരെ വിശദമായിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നൽകുന്നത്. ആ ചോദ്യങ്ങൾ തുടങ്ങുന്നത് തന്നെ, അതായത് ഈ ആദ്യ ചോദ്യം തുടങ്ങുന്നത് തന്നെ ദ പ്ലാനറ്റ്
എർത്ത് ഈസ് അണ്ടർഗോയിങ് എ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ ഭൂമിക്ക് പരിണാമങ്ങൾ സംഭവിക്കുമോ എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ചോദ്യോത്തരങ്ങൾ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതിന് മറുപടിയായി മിഥി എന്ന ഏലിയൻ, അതായത് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ഏലിയനായിട്ടുള്ള മിഥി അതിന് മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മനുഷ്യന്റെ ഭൂമിയിലെ ഒറിജിൻ അതടക്കമുള്ള വിഷയങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഈ PDF രേഖകൾ പറയുന്നുണ്ട്. മാത്രവുമല്ല ഈ മനുഷ്യനെ മറ്റൊരു പ്ലാനറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് അന്യഗ്രഹത്തിലേക്ക് മറ്റൊരു ഗ്രഹത്തിലേക്ക് മനുഷ്യനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മറുപടിയുണ്ട്. അതിൽ ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ഡിനോസറുകൾ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ചിട്ടില്ല എന്ന് ഈ ചോദ്യോത്തരത്തിൽ പറയുന്നുണ്ട്. ആ സാങ്കല്പിക അന്യഗ്രഹ ജീവിയുമായിട്ടുള്ള അന്യഗ്രഹത്തിലെ ആളുകളുമായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനിൽ പറയുന്നുണ്ട്. അതായത് ഡിനോസറുകൾക്ക് വംശനാശം സംഭവിച്ചിട്ടില്ല, ഡിനോസറുകളെ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റുകയാണ്. ആ മറ്റൊരു ഗ്രഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഡിനോസറുകൾ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ വേവ്സുകളെ കുറിച്ചടക്കം ചില കാര്യങ്ങൾ ഈ PDF ഫയലിൽ പറയുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇനി ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, ഈ രണ്ട് ഗ്രഹത്തിലേക്ക് മനുഷ്യനെ, ഏതാണ്ട് ഭൂമിയിലെ 90% മനുഷ്യരെയും മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റാം, മറ്റു രണ്ട് ഗ്രഹത്തിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഇതിൽ പറയുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്പേസ് ഷിപ്പുകളെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യം, അതിൻ്റെ ചിത്രങ്ങളടക്കം ഈ PDF ഫയലിൽ ഉണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അന്റാർട്ടിക്കയിലെ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചും പഠനം നടത്തി സ്പേസ് ഷിപ്പുകളുടെ ഇന്ധനം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായ രീതിയിലുള്ള ചില കാര്യങ്ങൾ, അത് ഇവരുടെ കൃത്യതയാണ്, ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ആൻഡ്രോമീഡ ഗാലക്സിയിലെ മിത്തി എന്നൊക്കെ പറഞ്ഞ് അറിയില്ല എനിക്ക് ഇവരിതൊക്കെ എങ്ങനെ വിശ്വസിച്ചെന്നുള്ളത്. പിന്നെ ഇവർക്ക് കിട്ടി ഇവരുടെ സിസ്റ്റത്തിൽ നിന്ന് പറയുന്ന ഈ ഡോക്യുമെന്റ്സിനൊക്കെ ഒരു യെല്ലോയിഷ് സാധനം ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഈ റഷ്യയുടെ കയ്യിലോ അമേരിക്കയുടെ കയ്യിലൊക്കെ ഉള്ള ഡിസ്ക്ലോസ് ചെയ്യാത്ത എന്താ പറയുക കുറേ UFO റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഏലിയൻ റിലേറ്റഡ് ആയിട്ടുള്ള വളരെ എന്താ പറയുക സീക്രസിയിൽ കീപ്പ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഫയലുകളോ സാധനങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതൊന്നും അല്ലടേ, ഇതൊക്കെ ആർക്കും അടിച്ചിറക്കി പാവങ്ങൾക്ക് കൊണ്ടുപോയി വിട്ടു കൊടുത്തതാണ്. ഇനി ഇതൊന്നും അല്ല ഇതിൻ്റെ ബാക്കിൽ. ഈ ഏലിയൻ അല്ലെങ്കിൽ വേറെ ലോകത്ത് നിന്ന് വരുന്നു അവർ, ഈ ലോകത്തിലെ ജനങ്ങൾ, അതായത് നമ്മൾ മനുഷ്യർ, നമ്മളെ കീഴ്പ്പെടുത്താൻ അവർ വരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ വേറെ രീതിയിൽ ഇവിടുന്ന് ദേഹം വിട്ട് നമ്മൾ ആ ലോകത്തേക്ക് പോകുന്നു. ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ് ആയിട്ട്. ഇതിലൊക്കെ വിശ്വസിച്ച് ഇപ്പോഴും സീരിയസ്ലി ജീവൻ കളയാൻ മാത്രം വിശ്വസിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വിശ്വാസം എന്നുള്ളതിനുപരി ക്യൂരിയോസിറ്റിയിൽ ഇതൊക്കെ ചിന്തിക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺസെപ്റ്റിലൊക്കെ ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പൂർവികരായിട്ടുള്ള നമ്മുടെ മനുഷ്യർ മുകളിൽ നിന്ന് ആകാശത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും കണ്ടിട്ട് ചിലപ്പോൾ അതിനെ ദൈവമായിട്ട് വിളിച്ചതായിരിക്കാം. കാരണം എല്ലാ മതങ്ങളിലും ദൈവം എവിടെ മുകളിലും അപ്പം മുകളിൽ നിന്ന് എന്തോ വന്നു എന്നുള്ള ചിന്തയ്ക്കായിരിക്കാം. പക്ഷെ ഇതൊക്കെ വളരെ തലയിലെടുത്ത് ജീവൻ കളഞ്ഞ് പുനർജനി വേറെ ലോകത്ത് വേറെ പ്ലാനറ്റിൽ എന്നൊക്കെ പറഞ്ഞു കഷ്ടം തന്നെ. ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ മന്ദപ്പത്തരത്തിലും ചെയ്യാതിരിക്കുക. ആലോചിച്ച് കൂട്ടാം, പക്ഷെ ഇതിലൊന്നും വിശ്വസിച്ച് ജീവൻ കളയാതിരുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് പറയാം. പക്ഷെ പറയാനുള്ളത് ഇതൊക്കെ വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നവരോ ഉണ്ട് നമ്മളെ ഇടയിൽ. ഓക്കെ, അത് ചിലപ്പോൾ പഠിപ്പുള്ളവരോ പഠിപ്പില്ല അങ്ങനെയൊന്നും ഇല്ല. ഒരു മനുഷ്യൻ അവന് ചിന്തിക്കാൻ തോന്നി അവൻ ചിന്തിക്കണോ, ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ കണ്ടാൽ മതി. ഓക്കെ.